ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ തേങ്ങാപ്പാലിൽ പുരട്ട് കണ്ടാലോ. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ സോയാബീന് നമ്മൾ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് ടൈമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിരുന്നാലും മതി. എനിക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യം നല്ല പോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക. കുരുമുളക് ഇട്ട് വറുത്ത് പൊടിച്ച് തന്നെ എടുക്കണം. നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അപ്പം തന്നെ നമ്മളൊന്ന് ചൂടാക്കി പൊടിച്ച് തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പെരുംജീരകം ഇഷ്ടമല്ലാത്തവർ ഇത് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നമ്മൾ ഗരം മസാലാസൊക്കെ യൂസ് ചെയ്താൽ മതി. പെരുംജീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് എടുക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ വലിയ സവാളയിൽ 3 സവാളയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സവാളയുടെ അനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് പേസ്റ്റ് ആക്കണം എന്നില്ല, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ കുരുമുളകാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. അതിന് പകരം നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിപ്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഇല്ലേ മസാലാസിൻ്റെ, അതൊന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും പെരുംജീരകവും ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ സോയാബീന് ആ ഒരു മസാലയൊക്കെ വഴണ്ട് വന്നതിലേക്ക് സോയാബീനും കൂടി നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി മൊത്തം വഴറ്റിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ടതിന് ശേഷം വേണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ആ ഒരു കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കൂട്ടൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പൊക്കെ പിന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ വേണ്ടവർ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിലും നമുക്ക് തേങ്ങാക്കൊത്ത് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റിൽ ചേർത്താലും മതി. ഈ ഒരു ടൈമിലാണെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ അതിലൂടെ നല്ലപോലെ പിടിക്കും. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ എണ്ണയുടെ അളവും ഇതിലിപ്പോൾ അധികം എണ്ണയില്ല. നിങ്ങൾക്കിപ്പം കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ എണ്ണ വേണമെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ എണ്ണയോ അതനുസരിച്ചിട്ട് എണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ താല്പര്യമുള്ളവരാണെങ്കിൽ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഏതെങ്കിലും മസാലാസ് ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അധികമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു 1/2 സ്പൂൺ മാത്രമേ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം 1/2 സ്പൂൺ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് ഒക്കെ ഇത് കുക്ക് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്
തേങ്ങാപ്പാൽ കറിയാണ്. അപ്പം നമ്മൾ ഇതിപ്പം തേങ്ങാപ്പാൽ വേണ്ട അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല പെപ്പറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ഇതാണ്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലും കഴിക്കാവുന്നതാണ്. പിന്നെ എനിക്കൊരു ഉപ്പിൻ്റെ ശകലം കുറവ് പോലെ ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവാളയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അതാകുമ്പോൾ ഒത്തിരി അങ്ങോട്ട് റോസ്റ്റ് ആവത്തില്ലല്ലോ സവാള, അപ്പോൾ അതും ഒന്ന് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സവാളയും അതുപോലെ തന്നെ 2 തക്കാളി, ചെറിയ 2 തക്കാളിയും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. സവാള പിന്നെ അത് ഇഷ്ടം, അങ്ങനത്തെ സവാളയും കൂടെ കഴിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തക്കാളി മാത്രം ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഞാനതിങ്ങനെ ഓരോ പീസും എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂണ് സോയ സോസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഓവറായിട്ട് വേണ്ട, എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി. അതുപോലെ തന്നെ നമ്മൾ സോയ സോസ് ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇച്ചിരി ചില്ലി സോസും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ തന്നെ താഴെ നമ്മൾ ചില്ലി സോസ് ആണെങ്കിലും 1/2 സ്പൂണിൽ താഴെ മതിയാകും. സോസിൻ്റെ ഒന്നും ടേസ്റ്റ് അധികം എടുത്തറിയത്തില്ല, നമുക്ക് ആ ഒരു രീതിയിൽ വേണ്ട. നമ്മൾ ഇതിൽ മെയിനായിട്ട് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എടുത്തറിയുന്നത്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് സോസൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ 1 സ്പൂണ് ഇതുപോലെ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ മധുരമാണ് അല്ലെങ്കിൽ സോസ് ഒഴിച്ച വേറൊരു അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടിത് ഒന്ന് പുരട്ടിയെടുക്കുക. ഇത് കുറച്ച് നേരം ഇതിട്ട് പുരട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ മസാലസിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുത്ത് മാറ്റരുത്, നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് പുരട്ടിയെടുക്കുക. അപ്പോഴേ അതിൻ്റെ കൂടുതലും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് ഇത് പേട്ടെടുക്കും. പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടവർക്ക് അടച്ചു വെച്ചിട്ടാലും കുക്ക് ചെയ്ത് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മളാണെങ്കിൽ ഇതിൽ തേങ്ങാപ്പാൽ, എൻ്റെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു, അത് ചൂടുവെള്ളത്തിൽ കലക്കി അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അധികം ലൂസർ നല്ല അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നന്നായിട്ട് പുരട്ടി ഈ ഒരു ടൈമിൽ നിങ്ങളിതിന് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം നമ്മളിതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണം എന്ന് തോന്നി, അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത്, കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് അത്ര ആഡ് ചെയ്യുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മളൊരു 1/2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് തേങ്ങ കൊത്ത് ഇടാൻ മറന്നുപോയി. അപ്പം നിങ്ങൾക്കത് ഓപ്ഷണലാണ്. ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളിത് ആദ്യത്തെ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചേ എടുക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഞാൻ ഡയറക്റ്റ് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.